ഈ വിഷയത്തെക്കുറിച്ച് സൗദി അറേബ്യയിലെ ഈ ഷെയ്ഖിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട, അതായത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് ബിൻ അലി ആലു അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ ലത്തീഫ് എന്നുള്ളത് ഷെയ്ഖിന്റെ മക്കളിൽപ്പെട്ടതാണ്. അദ്ദേഹം ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന് ഒരു ഷറഹ് എഴുതിയിട്ടുണ്ട്. ആ ഷറഹിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടഭിപ്രായങ്ങൾ ഉള്ളതായി ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. തീരെ ഉതിറില്ല എന്ന വാദമുണ്ടെന്നും അല്ല എല്ലാവർക്കും ഉതിറുണ്ട് എന്ന വാദവും. എന്നാൽ അത് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തന്നെ പുസ്തകത്തിലുള്ള വാചകങ്ങളാണ്. അതെന്താ, എന്താണ് ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെ വീക്ഷണം എന്ന് ബോധ്യപ്പെടാൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തന്നെ വാചകം വായിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അദ്ദുററുസ്സനിയ്യ, ദുററുസ്സനിയ്യ എന്നാൽ കുറെ വാള്യങ്ങളുള്ള ഒരു പുസ്തകമാണ് അദ്ദുററുസ്സനിയ്യ എന്ന് പറയുന്ന പുസ്തകം. ഇത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങളും അതിലുണ്ട്, അദ്ദേഹത്തിന്റെ മക്കൾ എഴുതിയതുണ്ട്, പേരക്കുട്ടികൾ എഴുതിയതുണ്ട്, ഷെയ്ഖിന്റെ കുടുംബത്തിലുള്ള നജിദിലുള്ള തൗഹീദി പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ടതും ഷെയ്ഖിന്റെ പുസ്തകങ്ങളുമായി ഇതൊക്കെ കൂടി സമാഹരിച്ചതാണ് അദ്ദുററുസ്സനിയ്യ എന്ന് പറയുന്നത്. അതിന്റെ 8ാം വാള്യം 244 പേജിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. ഇന്ന ഷഖ്സൽ മുഅയ്യൻ, ഒരു നിർണിത വ്യക്തി, ഇന്ന ആള്, മൊത്തത്തിൽ പറയല്ല, ഇന്ന ആള്, ഒരാളെ കുറിച്ച് അയാൾ കുഫറിനെ അനിവാര്യമാക്കുന്ന എന്ന് പറഞ്ഞാൽ കാഫറായിത്തീരുന്ന ഒരു കാര്യം പറഞ്ഞാൽ അയാളെ കുറിച്ച് ഫൈനഹു ലാ യുഹ്കമു ബി കുഫ്രിഹി, അയാൾ കുഫറാണ് എന്നാൽ അയാൾ കാഫറാണ് എന്ന് വിധിക്കപ്പെടുകയില്ല. ശരിക്കും മനസ്സിലാക്കണം, കാഫറായിത്തീരുന്ന അല്ലെങ്കിൽ ആക്കുന്ന ഒരു വാക്ക് ഒരാൾ പറഞ്ഞു, ആ പറഞ്ഞ ആളെ കുറിച്ച് കാഫറാണ് എന്ന് വിധിക്കുകയില്ല. ഹത്താ തഖൂമ അലൈഹിൽ ഹുജ്ജ, തെളിവ് സ്ഥാപിതമാകുന്നത് വരെ. ഏത് തെളിവ്? ആ തെളിവിൽ പറഞ്ഞ കാര്യം അയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾ കാഫറായിത്തീരും. അപ്പൊ ആ കൃത്യമായ തെളിവ് അയാൾക്ക് സ്ഥാപിതമാകുന്നത് വരെ അയാളെ കുറിച്ച് കാഫർ എന്ന് പറയാൻ പറ്റുകയില്ല. ഇത് മാത്രം കേട്ടാ എന്താ തോന്നുക? തെളിവ് സ്ഥാപിതമാകണം. തെളിവ് സ്ഥാപിതമാകാന്ന് പറഞ്ഞാൽ അയാളെ മനസ്സ് കൊണ്ടുപോയി കുത്തി നിറച്ചത് ബോധ്യപ്പെടുത്തലാണോ? അല്ല. ഇനി ഏത് വിഷയത്തിലാണ് അങ്ങനെ ഒറ്റയടിക്ക് കാഫറാണ് എന്ന് പറയാൻ പറ്റാത്തത്? ഇത് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ വേറെ വിശദീകരണങ്ങളോട് മനസ്സിലാക്കിയിട്ടുണ്ട്. വഹാദാ ഫിൽ മസായിലിൽ ഖഫിയ്യ, ഗോപ്യമായ എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത, അല്ലത്തി ഖദ് യഖ്ഫാ ദലീലുഹാ അലാ ബഅദിന്നാസ്, ചില ആളുകൾക്ക് തെളിവ് വ്യക്തമാകാത്ത, പ്രകടമല്ലാത്ത വിഷയങ്ങളിലാണ് ഈ ഒരു ആനുകൂല്യമുള്ളത്. അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അങ്ങനെയുള്ള വിഷയത്തിൽ എന്തുണ്ട്? ഉഴുതുണ്ട്. അങ്ങനെ ഒരു വാക്കൊരാൾ പറഞ്ഞാൽ ആ വാക്കിന്റെ പേരിൽ മാത്രം അയാൾ കാഫറാണെന്ന് പറയരുത്. പക്ഷേ അയാൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ടും അയാൾ സ്വീകരിക്കുന്നില്ലെങ്കിലോ അയാൾ കാഫറാണ്. പറഞ്ഞോന്നുണ്ട് മാത്രം കാഫറാവില്ല, തെളിവ് പറഞ്ഞു കൊടുക്കണം. ഇനി വ്യക്തവും പ്രകടവുമായ വിഷയങ്ങളിൽ നിന്ന് അവരിൽ സംഭവിക്കുന്ന കാര്യം, അല്ലെങ്കിൽ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ദീനിൽപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അത് പറഞ്ഞ ആൾ കാഫറാണെന്നതിൽ വിധി പറയുന്നത് നിർത്തിവെക്കേണ്ടതില്ല. എന്താ പറഞ്ഞത്? പ്രത്യക്ഷമായ ഒരു കാര്യം, ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ മനുഷ്യരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അതെന്താ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിൽ മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നത് വ്യക്തമായ കാര്യമാണ്, സംശയമുള്ള കാര്യമല്ല. ഭൗതികമായ തെളിവുകളിലൂടെയും പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെയും സൃഷ്ടാവിനെ കണ്ടെത്തുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അവന്റെ മനസ്സിൽ തന്നെ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ്. പിന്നെ പ്രമാണങ്ങളിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തിയ കാര്യമാണ്, പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. അള്ളാഹുവിനെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള പ്രത്യക്ഷമായ വിഷയങ്ങളിൽ ഒരാൾ ശിർക്കിലകപ്പെട്ടാൽ ആ ആള് കാഫറാണെന്ന് പറയുന്നത് നിർത്തിവെക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ അവന് ഉദുറും ബിൽ ജഹലില്ല. ഇനി ഒന്നുകൂടി വിശദീകരിച്ചാൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ ഉദുറും ബിൽ ജഹലില്ല. ഇവിടെ ഇപ്പൊ കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും
ന്യൂനപക്ഷ മുജാഹിദുകളായ ഏത് വിഭാഗമാണെങ്കിലും മുജാഹിദുകളായ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? മുജാഹിദുകൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ പാടില്ല, അത് ശിർക്കാണെന്ന് പറയുന്നു. സമസ്തക്കാരൻ പറയുന്നു അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യാം, ഇസ്തിഗാസ നടത്താം, ജ്ഞാനത്തിലേക്ക് നേർച്ചയാക്കാം, അവരോട് കാര്യങ്ങൾ ചോദിക്കാം, ഉപകാരങ്ങൾ പ്രതീക്ഷിക്കാം, ഉപദ്രവത്തെ തടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം, ഇതൊക്കെ ചെയ്യാം. ഇതൊന്നും ശിർക്കല്ല, അതൊക്കെ ഇബാദത്താണ്, ദുആൻ. അപ്പോ ഇത് തർക്കല്ലാത്തൊരു വിഷയമാണ്. ആർക്കും ഏത് സാധാരണക്കാരന്റെ ബുദ്ധിക്കും മനസ്സിലാകുന്ന വിഷയമാണ് സിർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ സിർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ ആർക്കെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാഫറാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അവന് വിവരല്ല എന്ന ആനുകൂല്യം നൽകാൻ പറ്റുകയില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ